ശ്രീ അരവിന്ദ് കെ ആർ ഇവിടെ നമ്മൾ പഴയ കേരളമല്ല. ഇപ്പം നമുക്ക് എന്താണ് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന് താരതമ്യം കൊളംബോ തുറമുഖ ഒക്കെ താരതമ്യമുള്ള വലിയ മദർഷിപ്പുകൾ അടുക്കുന്ന, ഇവിടെ നിന്ന് മുംബൈയിലേക്ക് പോലും ഫീഡർ ബോട്ടുകൾ പോകുന്ന വലിയൊരു വിഴിഞ്ഞം തുറമുഖം നമുക്കുണ്ട്. അതിൻ്റെ വെൽബീയിങ് കൂടെ നമുക്ക് നോക്കണം. നോക്കൂ, ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് പോലെയൊന്നും ഈ കപ്പൽ അപകടങ്ങൾ സാധാരണമല്ല. അടുപ്പിച്ചടുപ്പിച്ചുണ്ടാകുന്ന കപ്പലങ്ങൾ സാധാരണമേ അല്ല. 2 ആഴ്ചയിൽ 2 കപ്പൽ അപകടം, അത് നമ്മുടെ തീരദേശത്ത് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും മോശമാണ്. എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും, എല്ലാവരുടെ വെൽബീയിങ്ങിനും, എല്ലാവരുടെ നല്ല പേരിനും മോശമാണ്. കൃത്യമായ പരിശോധന വേണ്ടേ, കൃത്യമായ അന്വേഷണം വേണ്ടേ? പഴുതടച്ചുള്ള ഈ 2 അപകടങ്ങളിലും എന്താണ് യഥാർത്ഥ കാരണം എന്നറിവാകേണ്ടതല്ലേ ശ്രീ അരവിന്ദ് കെ ആർ? അതെ, തീർച്ചയായിട്ടും അതീവ പ്രാധാന്യമുള്ള ഒരു തുറമുഖം തന്നെയാണ് വിഴിഞ്ഞം. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മറ്റൊരു തുറമുഖത്തിനും ഇല്ലാത്ത തരത്തിലുള്ള നാച്ചുറൽ ഡെപ്ത്, അല്ലെങ്കിൽ വലിയ ഡ്രാഫ്റ്റുകളുള്ള ഷിപ്പുകൾക്ക് 20 മീറ്ററിന് മുകളിൽ ഡെപ്തുള്ള ഒരു നാച്ചുറൽ പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയണം. അപ്പോൾ അതിന് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കൊളംബോ, ഈക്വലൻ്റ് ആയിട്ട് ഡെപ്തുള്ളത് കൊളംബോയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് വെച്ച് പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ളൊരു പോർട്ടാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണിത് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ് ആയിട്ടുള്ള ഷിപ്പിങ്ങിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് വർക്ക് ചെയ്യുന്നതിനകത്തൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് സേഫ്റ്റി റെക്കോർഡ്സാണ്. അപ്പോൾ ക്യാപ്റ്റൻ ജോമോൻ കുറച്ചുകൂടി ഇത് ബെറ്ററായിട്ട് മേ ബി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സേഫ്റ്റി റെക്കോർഡ്സ് എന്നുള്ളതാണ് ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷനെയും അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെയും മാർക്ക് ചെയ്യുന്ന, അതിൻ്റെ ഒരു പ്രാധാന്യത്തെ മാർക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതൊരു ഏറ്റവും മോഡേൺ ആയിട്ടുള്ളൊരു ഫെസിലിറ്റിയും ഒരു സിസ്റ്റവും ആയതുകൊണ്ട് തന്നെ, മാത്രവുമല്ല നമ്മൾ ഈ IMOയുടെ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട കൺവെൻഷൻ എല്ലാം അഡാപ്റ്റ് ചെയ്തൊരു നേഷനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു മാരിടൈം നേഷനാണ്. അപ്പോൾ നമ്മൾ IMOയുടെ എല്ലാ മേജർ കൺവെൻഷൻസും നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ വളരെ കൃത്യമായ പരിശോധനകൾ തന്നെയാണ് എല്ലാ പോർട്ടുകളും ഇന്ത്യയിൽ നടക്കുന്നത്. ഇപ്പോൾ സൊളാസ് ആയാലും, സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കൺവെൻഷൻ ആയാലും, മാർപോൾ എന്ന് പറയുന്ന മെറൈൻ പൊല്യൂഷൻ എന്ന് പറയുന്ന കൺവെൻഷൻ ആയാലും, അത് മുഴുവൻ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ആദ്യത്തെ കേസിൽ നോക്കുമ്പം MSC എൽസയുടെ കേസിൽ നോക്കുകയാണെങ്കിലും ഇപ്പോൾ VGM, വെരിഫൈഡ് ഗ്രോസ് മാസ് എന്ന് പറയുന്ന ആസ്പെക്റ്റ് IMO വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു ചുരുക്കത്തിൽ പറഞ്ഞ ഒരു കണ്ടെയ്നറിനകത്ത്, അല്ലെങ്കിൽ കണ്ടെയ്നറിൻ്റെ മൊത്തത്തിലുള്ള വെയിറ്റ് അത് വെരിഫൈ ചെയ്യണം. അത് ആസ് പെർ VGM ഈ എത്രയാണെന്നുള്ളത് കൃത്യമായി മാർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ കപ്പലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ചീഫ് ഓഫീസർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ, സ്റ്റെബിലിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ചീഫ് ഓഫീസർക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഇതിൻ്റെ ലോഡ് ചെയ്യാനും അതുവഴി കപ്പൽ എന്തൊക്കെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താനും പറ്റുകയുള്ളൂ. അത് കൃത്യമായിട്ട് 2016 IMOയുടെ റെഗുലേഷൻ ഉള്ളതാണ്. അത് നമ്മൾ ഇന്ത്യ അഡാപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്, ബീങ് എ വെരി റെസ്പോൺസിബിൾ മാരിടൈം നേഷൻ. അപ്പോൾ ഇത്രയൊക്കെ മുൻകരുതൽ ഉണ്ടായിട്ടും ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വ്യക്തമായ ഒരു അന്വേഷണം നടത്തി, ഇൻവെസ്റ്റിഗേഷൻ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് റിവീൽ ചെയ്യുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻസറിങ് ക്വസ്റ്റ്യൻ, ഇത് ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ്. അത് ഇതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ എന്നുള്ള കാര്യത്തിന് വെച്ച് നോക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതും ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് അറിയേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് യൂഷ്വലി ഗ്ലോബലി വർക്ക് ചെയ്യുന്നതൊരു യൂഷ്വലി ഒരു റിയാക്റ്റീവ് ഇൻഡസ്ട്രി ആയിട്ടാണ്. ഒരു മേജർ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ആ ആക്സിഡൻറ്റിനെ കുറിച്ച് പഠിച്ച് എന്തൊക്കെയാണ് അതിൻ്റെ ഫ്ലോസ്, പ്രശ്നങ്ങൾ എന്താണെന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ ബേസിസിലാണ് പല നിയമങ്ങളും അമെൻഡ് ചെയ്യപ്പെട്ടതും പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നതും. അപ്പോൾ ചരിത്രപരമായിട്ട് പരിശോധിക്കുമ്പോൾ ടൈറ്റാനിക്കിൻ്റെ ഒരു അൺഫോർച്ചുനേറ്റ് ആക്സിഡൻറ്റ് ഉണ്ടായതിനു ശേഷമാണ് ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ തരത്തിലുള്ള റൂളല്ലെങ്കിലും ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഫോർ സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ എന്ന് പറഞ്ഞ് 1912 ആക്സിഡൻറ്റ് ഉണ്ടായ ശേഷമാണ് അത് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ എക്സോൺ വാൽഡസ് എന്ന് പറഞ്ഞ് ഒരു മേജർ ഓയിൽ സ്പില്ല് ഉണ്ടാവുകയും, എക്സോൺ വാൽഡസ് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞ എക്സോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു കപ്പൽ അമേരിക്കൻ തീരത്ത് ഒരു വലിയ മേജറായിട്ടുള്ള ഒരു ഓയിൽ സ്പില്ലുണ്ടാക്കി. അതിനുശേഷമാണ് ഈ ഡബിൾ സ്കിൻ എന്ന് പറയുന്ന ഈ ഓയിൽ ടാങ്കേഴ്സിനകത്ത് ഡബിൾ സ്കിൻ സ്റ്റാൻഡേർഡ്സ് വേണമെന്ന രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തുകയും ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ എന്തുകൊണ്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായത് എന്ന് കൃത്യമായിട്ട് പഠിച്ച് അനലൈസ് ചെയ്യേണ്ടതാണ്. അത് ഗവൺമെൻറ് ചെയ്യേണ്ടത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അപ്പോൾ അതിന് ശേഷം ഗ്ലോബലിയാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുക. അതായത് നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിനോ ഇതിനകത്ത് പരിമിതികളുണ്ട്. ബിക്കോസ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നിയമങ്ങൾ നിർമ്മിക്കുകയും അല്ലെങ്കിൽ കൺവെൻഷൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ബോഡിയാണ്. അതൊരു യുണൈറ്റഡ് നേഷൻസിൻ്റെ ബോഡിയാണ്. അപ്പോൾ അവരാണ് അത്തരത്തിലുള്ള അമെൻമെൻറ്റ്സുകളും കൺവെൻഷൻസും കോഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നത്. അതത് നേഷൻസ്, അതത് രാജ്യങ്ങൾ അത് അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ രീതിയിലുള്ളൊരു കാര്യം ചെയ്യണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ.